ഹായ് ഫ്രണ്ട്സ്, ഇതൊരു അടിപൊളി എപ്പിസോഡാണ്. നമ്മുടെ സ്റ്റാൻലി ആദ്യമായിട്ട് അലീനേനെ കാണാൻ വേണ്ടി വരികയാണ് ബാലേന്ദ്രൻ്റെ വീട്ടിലേക്ക്, നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ മുറ്റത്ത് വന്ന് വണ്ടിയൊക്കെ നിർത്തി വീട്ടിലോട്ട് നോക്കി കുറേ നേരം പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. ആദ്യമായിട്ട് 10-23 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മകളെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ടെൻഷനും ഉത്കണ്ഠയും വിഷമവും ഒക്കെ ഉണ്ട്. ഈ സമയം അലീന മുകളിലത്തെ നിലയിലായിരുന്നു. അലീന താഴത്തേക്ക് ഇറങ്ങി വന്ന് അടുക്കളയിലെ ഓരോ ജോലികളൊക്കെ നോക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി ആണെങ്കിൽ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് കുറേ നേരം ആലോചിച്ച് നിന്നതിന് ശേഷം കോളിംഗ് ബെല്ലടിക്കും. കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ബാലേന്ദ്രൻ മുകളിലത്തെ നിലയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അലീന അടുക്കളയിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ ആരോ കോളിംഗ് ബെല്ലടിച്ചു എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയും, അത് ഞാൻ നോക്കിക്കോളാം, മോള് പോയി ഒരു ചായ ഇട്ടിട്ട് വരാൻ പറയും. അങ്ങനെ ബാലേന്ദ്രൻ വന്നിട്ട് വാതിൽ തുറക്കുകയാണ്. ബാലേന്ദ്രൻ വന്ന് വാതിൽ തുറക്കുമ്പോൾ സ്റ്റാൻലി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഗുഡ് മോർണിംഗ് ഒക്കെ വിഷ് ചെയ്യും. ബാലേന്ദ്രൻ സ്റ്റാൻലീനെ അകത്തേക്ക് വിളിക്കും, വന്നിരിക്കാൻ പറയും. അങ്ങനെ സ്റ്റാൻലി ഭയങ്കര ടെൻഷനിലാണ്, വന്നിരിക്കും. അപ്പോൾ ബാലേന്ദ്രൻ ചുറ്റുമൊന്ന് നോക്കും അലീന അവിടെ ഉണ്ടോയെന്ന്. എന്നിട്ട് സ്റ്റാൻലിയോട് പറയും, നിങ്ങളാരാന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല, എൻ്റെ ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റാൻലി പറയും, പറയാമായിരുന്നു. അപ്പോൾ ബാലേന്ദ്രൻ പറയും, നിങ്ങൾ അവളുടെ അച്ഛനാണെന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങളവളെ കണ്ടിട്ട് വേണ്ടാന്ന് പറഞ്ഞാൽ അത് അവൾക്ക് താങ്ങാൻ പറ്റില്ല. ആ വിഷമം അവളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അവളോട് പറയാത്തെന്ന് പറയും. നിങ്ങൾ പട്ടാളക്കാരനായതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ, പട്ടാളക്കാർക്ക് പൊതുവെ മനഃശക്തി കൂടുതലാണല്ലോ, നിങ്ങൾക്കത് താങ്ങാൻ പറ്റുമായിരിക്കും, പക്ഷെ അവളെ കൊണ്ടത് പറ്റില്ല. അപ്പോൾ സ്റ്റാൻലി പറയും, പട്ടാളക്കാരും മനുഷ്യരാണ്, നിങ്ങളുടെയൊക്കെ ശരീരത്തിലുള്ളതുപോലെ രക്തവും മാംസവും വികാരങ്ങളും ഒക്കെ ഞങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, എന്തായാലും ഞാനിപ്പോൾ അവളോടൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ എനിക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാവും. 10-23 വർഷങ്ങൾക്ക് ശേഷം ഒരു മകളെ കാണുമ്പോഴത്തെ അച്ഛൻ്റെ ഉത്കണ്ഠയൊക്കെ എനിക്കറിയാം. എന്നിരുന്നാലും അവിടെ വരുമ്പോൾ ഒന്നും ഒരു ഇമോഷനും കൂടുതലായി പ്രകടിപ്പിച്ച് അവൾക്ക് സംശയം ഉണ്ടാക്കരുത്. അവൾ ബുദ്ധിയുള്ള കുട്ടിയാണ്, അവൾ അതൊക്കെ മനസ്സിലാക്കും എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയും, നിങ്ങൾ ഒരുപാട് പറഞ്ഞ് എന്നെ ആദ്യം പിടിപ്പിക്കല്ലേ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, ഞാൻ അവളോടൊരു ചായ എടുക്കാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ എണീറ്റ് അലീനയുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ സ്റ്റാൻലി വിളിക്കും, അതെ എനിക്ക് ചായ വേണ്ട, കാപ്പി മതിയെന്ന്. അങ്ങനെ ബാലേന്ദ്രൻ നേരെ അടുക്കളയിലേക്ക് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ അലീന എന്താ വെച്ചാന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട്. പറയും, ഒരു ചായ എടുക്കാൻ പറയും. സ്നാക്സ് എന്തെങ്കിലും വേണോ ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട. അപ്പോൾ പോകാൻ നേരം ബാലേന്ദ്രൻ പറയും, അയ്യോ ചായയല്ല കാപ്പിയാണ് വേണ്ടതെന്ന്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അതെന്താ ചായ കുടിച്ച? അപ്പോൾ ബാലേന്ദ്രൻ പറയും, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, നീ എന്തായാലും ഒരു കാപ്പി എടുക്കാൻ പറയും. അങ്ങനെ ശരി എന്ന് പറഞ്ഞ് അലീന കാപ്പി എടുക്കാൻ പോകും. എന്നിട്ട് ബാലേന്ദ്രൻ തിരിച്ച് സ്റ്റാൻലിയുടെ അടുത്ത് തന്നെ വന്ന് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ ചായയിലെ എക്സ്പേർട്ടാണ്, ചായ ആണെങ്കിൽ അവൾ ടപ്പ് ചെയ്യുന്ന കൊണ്ടുവന്നേനെ, റെഡിയാക്കിയേനെ. ഇത് കാപ്പി ചെയ്തുകൊണ്ട് കുറച്ച് സമയം എടുക്കും, കാപ്പി ആയിട്ട് ഇണങ്ങാൻ അവൾക്ക് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, പതിയെ മതിയെന്ന്. എന്നിട്ട് ഈ ടെൻഷനൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ കുളത്തൂപ്പുഴയിൽ കൂടുതലും റബ്ബറാണല്ലേ. അപ്പോൾ കുറച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ മണ്ണ് അതിന് പറ്റിയതാണ്, കാലാവസ്ഥ അതിന് പറ്റിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, പണ്ടാണെങ്കിൽ ഈ റബ്ബറുള്ളവരൊക്കെ മുതലാളിമാരായിരുന്നു, ഇപ്പൊക്കെ റബ്ബറിന് വില ഇടിഞ്ഞില്ലേ എന്നൊക്കെ. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ റബ്ബറിന് വില ഇടിഞ്ഞാലും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ സ്വർണ്ണ വ്യാപാരിയല്ലേ, സ്വർണത്തിന് എപ്പോഴും വില കൂടിക്കൊണ്ടിരിക്കല്ലേ. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ അലീന അവിടുന്ന് ചായയും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പെട്ടെന്ന് വർത്താനം നിർത്തി സ്റ്റാൻലിയുടെ കണ്ണയിലുടക്കും. സ്റ്റാൻലി അവളെ തന്നെ നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. അലീന ചായയും കൊണ്ട് വരുന്നു, സ്റ്റാൻലി കണ്ണെടുക്കുന്നില്ല, അലീനനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ അലീനനെ സ്റ്റാൻലിനെ മാറി മാറി നോക്കുന്നുണ്ട്. പെട്ടെന്ന് ബാലേന്ദ്രനൊന്ന് ചുമയ്ക്കും, ഈ സിറ്റുവേഷനൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റാൻലിക്ക് കാര്യം പിടുത്തം കിട്ടും. എന്നിട്ട് മോളെ കാപ്പി കൊടുക്കുമെന്ന് പറയും. കാപ്പി കൊടുക്കും, എൻ്റെ മോള അലീന എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. എന്താ നിങ്ങൾ തമ്മിൽ മുൻപ് കണ്ടു പരിചയമുണ്ടോ, എന്താ ഇങ്ങനെ നോക്കണേ ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും, എവിടെയോ കണ്ടു പരിചയമുള്ള പോലെയെന്ന്. അപ്പോൾ അലീന അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. മോളെ കാപ്പി കൊടുക്കുമെന്ന് പറയും അലീനോട്. അപ്പോൾ കാപ്പി കൊടുക്കും, അത് കുടിച്ചിട്ട് സ്റ്റാൻലി പറയും, നന്നായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് ലാലിച്ചൻ എൻ്റെ ക്ലയൻ്റാണെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പരിചയപ്പെടുത്തും.
അച്ഛന് കാപ്പി വേണോ ചോദിക്കും അലീന. എനിക്ക് വേണ്ട, എന്നാൽ ഞാൻ ചായ ഇട്ടിട്ട് വരാമെന്ന് പറയും. എനിക്കൊന്നും വേണ്ട എന്ന് പറയും. അപ്പോൾ രോഹിത്ത് എപ്പോഴാണ് വരിക? രോഹിത്ത് 4 മണിയോ. കൃഷ്ണ എന്ന് ഉച്ചയ്ക്ക് വരും, അവൾക്ക് പരീക്ഷയല്ലേ എന്ന് പറയും. ഈ സമയമൊക്കെ സ്റ്റാൻലി അലീനേനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീനോട് ചോദിക്കും, അലീ എന്താ ചെയ്യുന്നത് ചോദിക്കും. അപ്പോൾ അലീന പറയും, ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയും. അലീന കാപ്പിയും കൊണ്ട് തിരിഞ്ഞു പോകാൻ നേരം ബാലേന്ദ്രൻ പറയും, ആ കാപ്പി അവിടെ വെച്ചേക്ക്, ആൾക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസും കൂടി കുടിച്ചോട്ടെ എന്ന് പറയും. എന്നിട്ട് അലീന അവിടെ കാപ്പിയും വെച്ചിട്ട് പോവും. അലീന പോയി കഴിയുമ്പോൾ ബാലേന്ദ്രൻ സ്റ്റാൻലിയോട് ചോദിക്കുകയാണ് എന്ത് പറയുന്നു എന്ന്. അപ്പോൾ സ്റ്റാൻലി പെട്ടെന്ന് അങ്ങ് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറയും, എനിക്കിപ്പോൾ ഒരു തീരുമാനം പറയാൻ പറ്റില്ല, ഞാൻ ആകെ ഇമോഷണലാണ് എന്ന്. അപ്പോൾ അതെന്താ, നിങ്ങൾക്ക് വിശ്വാസം വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ബാലേന്ദ്രൻ. സ്റ്റാൻലി പറയാണ്, അതുകൊണ്ടല്ല, ഇത് എൻ്റെ അമ്മച്ചിയാണ്, പാവം 23 വർഷം മുമ്പ് മരിച്ചുപോയി, അതേ രൂപമാണ്, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് പറയണം. അപ്പോൾ ഞാൻ പോയിട്ട് വിളിക്കാം എന്ന് പറയാൻ, റൂമിൽ പോയിട്ട് ഞാൻ വിളിക്കാം എന്ന് പറയാണ് ബാലേന്ദ്രനോട്. എന്നിട്ട് സ്റ്റാൻലിയും ബാലേന്ദ്രനും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. സ്റ്റാൻലി ഭയങ്കര ഇമോഷണലാണ്, കണ്ണൊക്കെ തുടച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. സ്റ്റാൻലി പുറത്തേക്ക് വരുമ്പോൾ ഒപ്പം ബാലേന്ദ്രനും വരുന്നുണ്ട്. എനിക്ക് പെട്ടെന്നൊരു തീരുമാനം പറയാൻ പറ്റില്ല, തീരുമാനം തെറ്റിപ്പോയി എന്ന് പിന്നീട് തോന്നാൻ പാടില്ലല്ലോ, ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരുപാട് പേരോട് മറുപടി പറയേണ്ടതുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നോ പറയാൻ ഇപ്പോഴും അവസരമുണ്ടെന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, അത്രയ്ക്ക് കണ്ണിച്ചോരയില്ലാത്തവനല്ല ഈ സ്റ്റാൻലി, എനിക്ക് മനുഷ്യനെ മനസ്സിലാക്കാനും അവരുടെ അവസ്ഥ മനസ്സിലാക്കാനും കഴിയും, ഞാൻ പോയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് സ്റ്റാൻലി നടക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് ബാലേന്ദ്രൻ്റെ 2 കൈയും കൂട്ടിച്ചേർത്ത് പിടിക്കും. എന്നിട്ട് ബാലേന്ദ്രനോട് പറയാണ്, ഞാൻ കേട്ടു അവൾ നിങ്ങളെ അച്ഛാന്ന് വിളിക്കുന്നത്, അങ്ങനെ വിളിക്കാനും വിളിപ്പിക്കാനും നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, അതിൻ്റെ സ്നേഹവും ബഹുമാനമൊക്കെ എനിക്ക് നിങ്ങളോട് എന്നും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി അങ്ങനെ പോവുകയാണ്. ബാലേന്ദ്രൻ സ്റ്റാൻലിനെ യാത്രയാക്കിയിട്ട് അകത്തേക്ക് കയറി വരുമ്പോൾ അലീന പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കും, അച്ഛൻ്റെ ക്ലയൻറ്റ് ഇത്ര പെട്ടെന്ന് പോയോ, എന്താ ഇത്ര പെട്ടെന്ന് പോയതെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, ആൾക്കൊരു ഫോൺ കോൾ വന്നു, വലിയ തിരക്കുള്ള ആളാണ്, അപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട് പോയി പറഞ്ഞു. അപ്പോൾ അലീന പറയും, ആ ആളെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നുണ്ട്, എന്താണെന്നറിയില്ല, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നുണ്ട് പറയും. ബാലേന്ദ്രൻ പറയും, ആ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അകത്തേക്ക് പോവാണ്. അലീനയെ കണ്ട് റൂമിലേക്ക് പോയ സ്റ്റാൻലിക്ക് തീരെ സമാധാനമില്ല. ആള് മദ്യപിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ് ആള് ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട്, എനിക്ക് അലീനയെ ഒന്നും കൂടി കാണണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ അവളെ നേരെ കണ്ടില്ല. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആദ്യം നിങ്ങൾക്ക് അവളെ വേണോ വേണ്ടതെന്ന് തീരുമാനിക്കുക, എന്നിട്ട് മതി ഇനി അവളെ കാണൽ. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ആ കാര്യത്തിൽ എനിക്ക് രണ്ടാമത് തീരുമാനിക്കേണ്ട ആവശ്യമില്ല, അലീനയെ എനിക്ക് തന്നെ വേണം, പക്ഷേ ഞാൻ അവളെ നേരെ കണ്ടില്ല, എനിക്ക് അവളെ ഒന്ന് കാണണം, പിന്നെ അവളുടെ കുറച്ച് ഫോട്ടോസ് എടുക്കണം എൻ്റെ അപ്പച്ചനെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, ഇനി വീട്ടിൽ വന്നിട്ടുള്ള കാണൽ നടക്കില്ല, കാരണം അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നും. അപ്പോൾ സ്റ്റാൻലി പറയും, മറ്റെവിടേക്കെങ്കിലും അവിടെ കൊണ്ടുവന്നാൽ മതി, പുറത്ത് അവിടെ വെച്ചിട്ട് ഞാൻ കണ്ടോളാം എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറയും, ഞാൻ അവളെ അടുത്തുള്ളൊരു ഷോപ്പിലേക്ക് കൊണ്ടുവരാം, അവിടെ വെച്ച് നിങ്ങൾ അവളെ കണ്ടോ, അരമണിക്കൂർ ഞങ്ങൾ അവിടെ ഉണ്ടാവും, അവിടെ വെച്ച് നിങ്ങൾ അവളെ കണ്ടോ, പക്ഷേ അവളെ നിങ്ങൾ കാണുന്ന കാര്യം, നിരീക്ഷിക്കുന്ന കാര്യം അവൾ അറിയരുത്, അവളുടെ ശ്രദ്ധയിൽപ്പെടരുത്, അതിൻ്റെ പേരിലൊരു ചോദ്യം അവൾ എന്നോട് ചോദിക്കാൻ ഇടവരരുതെന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാനൊരാളോടും ഇങ്ങനെയൊന്നും ഒരു കാര്യത്തിനു വേണ്ടി കെഞ്ചിയിട്ടില്ല, അവളെ കണ്ട നിമിഷം ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, അവളെ കണ്ട നിമിഷം ഞാൻ തീർത്തു വെച്ച എൻ്റെ എല്ലാ പ്രതിരോധവും അതോടെ ഇല്ലാതായി, അപ്പോൾ എനിക്ക് അവളെ ഒന്നും കൂടി കാണണം ബാലേന്ദ്ര എന്ന് പറയുന്നുണ്ട്.